ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി പേടിക്കൊന്നുമില്ല. അല്ല സിസ്റ്റർ, സിസ്റ്റർ രാമകുട്ടിക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു സർ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. പോലീസ് എന്താണോ ഇന്ന് പരുക്കുന്നേ? ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? എല്ലാരും ഒന്ന് വീട്ടിൽ പോയിട്ട് വരണം. നീ എന്താ ഇത് മോങ്ങുന്നേ? രാമൻകുട്ടിക്ക് എങ്ങനെയുണ്ട്? രാമൻകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു സാർ. അപ്പൂനെ കിട്ടിയില്ലേ? അവൻ രക്ഷപ്പെട്ടു. ബ്ലഡി നോൺസെൻസ്. എസ് ഐ എവിടെ? മോളിലുണ്ട് സാർ. സുരേഷ് ആ കുഴഞ്ഞടാ. ഞാനെല്ലാം കേട്ടു. നീ അകത്ത് പോയി കളി കളിക്ക. എന്ത് കളി? രാമൻകുട്ടി ഇവിടുന്ന് കടത്തണം. മണ്ടത്തരം പറയാതെ ഇവിടെ എന്ത് റീസൺ പറയും? എടാ, നീ എന്തോന്നിനാ ഇതിട്ടിരിക്കുന്നത്? ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ഇവിടെ സെക്യൂരിറ്റി ഇല്ല എന്ന് ഡോക്ടേഴ്സിനോട് പറയണം. ചെറുടാ. ആ അപ്പൂനെ മിസ് ചെയ്ത് വളരെ കഷ്ടമായി. ഐ ആം സോറി സാർ. ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ? സാറ് മുകളിലേക്ക് പോണ്ട. അപ്പൂന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റ്. ടോക്ക്. അതെന്നെ പണിയാ കൊച്ചെ. ഓപ്പറേഷൻ അതൊക്കെ ഡോക്ടറോട് ചോദിച്ചാ മതി. വഴക്കുണ്ടാക്കണ്ട. പിന്നല്ലാതെ പിടിക്കവനെ. നമുക്ക് ഓടിക്കോ. ഇങ്ങോട്ട് നടക്കണം. ഇങ്ങോട്ട് പോടാ. ജീവനോട് കയറാം. കേരളം നോക്കി നിൽക്കാതെ കേരളങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ക്ഷമിക്കണം മിസ്റ്റർ ഗോപൻ, നിങ്ങൾ വിവരക്കേടാണ് പറയുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറേ ആയിട്ടുള്ളൂ. വിവരക്കേട് പറയുന്നത് നിങ്ങളാണ്. ഒരു മർഡർ കേസിലെ ഏക ദൃക്സാക്ഷിയാണ് രാമൻകുട്ടി. അവനെ ഇവിടെ കൊണ്ടുവന്നതോ അതേ കേസിൽ ജയിലിൽ ചാടിയ 1-ാം പ്രതി. ഇതുപോലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവൻ എന്ത് സുരക്ഷിതത്വമാണ്? അവൻ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേ പറ്റൂ. ഇപ്പൊ തന്നെ ഇവിടെ എന്താ നടന്നത്? യുദ്ധകളം പോലെ ആയില്ലേ ഇവിടെ? രാമൻകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. ഈ അവസരത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ആളെ പുറത്തു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എവിടെ ആംബുലൻസ്? ഇവിടെ ഡ്രൈവറില്ല. അതൊരു ചൈൽഡിഷ് എക്സ്ക്യൂസ് ആണല്ലോ ഡോക്ടറെ. ഡ്രൈവറെ ഞാൻ ഉണ്ടായിക്കോളാം. താക്കോൽ വരൂ. വാട്ട് നോൺസെൻസ് യു ആർ ഡൂയിങ്? എനിക്കിത് അനുവദിക്കാൻ പറ്റില്ല. വേഗം. എന്റെ രോഗിയെ കൊണ്ടുപോകാൻ പറ്റില്ല. This is too much. Get lost. വിട്.
ഒരു മിനിറ്റ്. ശരി. വരൂ. നിങ്ങളാരും വിഷമിക്കണ്ട. ജയിലിൽ ചാടിയതിന് ചെറിയൊരു ശിക്ഷ. അപ്പൊ പെട്ടെന്ന് ഇങ്ങ് വരും. നിങ്ങൾ സംസാരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം. അമ്മേ, എന്നോട് ക്ഷമിക്കാൻ ചേച്ചിയോട് പറയണം. ദാസനെ, രാമകുട്ടി, അകത്ത് കിടക്കുമ്പോഴും സമയം വെറുതെ കളയണ്ട. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിട്ട് പെരുമാറിക്കൂ. പിന്നെ ഒന്നും പേടിക്കണ്ട, ഞാൻ പലവട്ടം കിടന്നിട്ടുള്ളതാ.